പറയുന്ന വാഹനം എത്രയോ ആളുകളെ കൊണ്ടുപോയതാ, പക്ഷെ അതൊന്നും കഴിവിയിട്ടില്ലല്ലോ. എന്നാ ഞാനെന്ന് പറയട്ടോ, അവസാനം നമ്മളെ ആ വാഹനത്തിൽ എടുത്തു വെക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മളെ കെട്ടെല്ലാം കെട്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ജനാസയും എടുത്തുകൊണ്ട് പോകുവാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരെ ചുമക്കുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ചുമക്കുമ്പോ നമ്മുടെ കൂടെ വിളിച്ച് പറയുന്നു, എന്റെ വീട്ടിന്റെ അകത്തെട്ടിൽ നിന്നാരോ കരയുന്നുണ്ട്. എന്റെ ഭാര്യയാണോ എന്ന് എനിക്കറിയില്ല, എന്റെ മക്കളാണോ എന്ന് എനിക്കറിയില്ല, എന്റെ ഉമ്മയാണോ എന്ന് എനിക്കറിയില്ല, ആരോ കരയുന്നുണ്ട്. നിങ്ങളൊന്ന് നിൽക്കണേ, അവരുടെ കരച്ചില് ഞാനന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ് വിളിച്ചു പറയുന്നു. പക്ഷേ നമ്മൾ ആരും അത് കേൾക്കുന്നില്ല. അവനെയും എടുത്തുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നേവരേക്ക് എവിടെ പോയിട്ട് വന്നാലും തിരിച്ചു വരുമെന്ന് പറയുന്നവൻ അവനിക്ക് ഇതാ തിരിച്ചു വരവില്ലാത്തൊരു യാത്രയാണ്. شقيقي وعترتي ينادون خلف الناس من لا يجيبهم وقد كنت في الدنيا سريع الإجابة. ദുനിയാവിലേക്ക് നീ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയിരുന്നാൽ നീ വാഹനം എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുമ്പോ, ഉമ്മ നിങ്ങൾ എന്നെ വിളിച്ചോ, എന്താണ് എന്നെ ഉമ്മാക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി തിരിച്ചു കയറുന്നവനെ, അതാ നിനക്കതാ നിന്റെ ഉമ്മ വിളിക്കുന്ന പൊന്നാര മോനെ, എന്നെ വിട്ടുകൊണ്ട് നീ പോവുകയാണോ, ഉമ്മയതാ നിന്നെ വിളിക്കുന്നടാ എന്ന് വിളിച്ചാലും എന്റെ അടുക്കലേക്ക് ഓടി വരുന്ന മോനെ, ഇന്നെന്നെ വിട്ട് പിരിഞ്ഞുകൊണ്ട് പോകല്ലേ. ഭാര്യ ഒന്നുകൊണ്ട് വിളിക്കുകയാണ്, വന്നുകൊണ്ട് വിളിക്കുന്നു, ഭാര്യ വന്നുകൊണ്ട് വിളിക്കുന്നു, അനങ്ങുന്നില്ല, തിരിച്ചു മറുപടി പറയാതെ കഴിയുന്നില്ല. ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയാതെ കഴിയുന്നില്ല. അവസാനം സുബ്ഹാനല്ലാഹ് അവരെല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോവുകയാണ്. വസറബനോക ഐതാമൽ സിഗാറാ അവന്റെ ഭാര്യയെ വിട്ട് പിരിഞ്ഞു പോയി, അവന്റെ മക്കളെ യതീമുകളാക്കിയിട്ടവൻ പോയി, അവന്റെ മക്കളെ അനാഥകളാക്കിയിട്ടവൻ പോയി. ഇന്ന് പൊന്നു മക്കളെ നോക്കാം ആരുമില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതേപോലെ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരുമല്ലോ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ചിന്ത വേണേ, ചിന്തിച്ചുകൊണ്ട് വിളിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. മണക്കമില്ലാത്ത യാത്രയാ അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പൊന്നേ എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പൊന്നേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഇരുളിൽ കൂട്. കൂട്ടുകാരാരും അവിടെയില്ല, കവറന്ന കൂട്ടിൽ മറ്റാരുമില്ല. ആരാരുമില്ലാത്ത കവറാകുന്ന പള്ളിക്കാട്ടിലേക്ക് എന്നെയും നിന്നെയും കൊണ്ടുപോകട്ടെ. അവിടേതാ നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും കൂടിയിട്ട് ചുമന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് ആരടി മണ്ണാകുന്ന
കൊണ്ടുവെക്കുന്നു. പുന്നാര മക്കളെ വാപ്പാന്റെ കബറിനടുക്കൽ ഒന്നുകൊണ്ട് തേങ്ങിക്കറിയുന്നു. പ്രിയപ്പെട്ട ഭാര്യ വീട്ടിനകത്തിരുന്ന് കൊണ്ട് പൊട്ടിക്കറിയുന്നു. ഉമ്മ വീട്ടിനകത്തിരുന്ന് കൊണ്ട് പൊട്ടിക്കറിയുന്നു. ആരും കൂട്ടിയില്ലാത്ത ഒരു ഇടുങ്ങിയാറടി മണ്ണാകുന്ന കബറിലോട്ട് അവന്റെ ജനാസ കൊണ്ടുവെക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കള് ഉപ്പാന്റെ